വളാഞ്ചേരി ബസ് ടെർമിനൽ കോംപ്ലക്സിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. പ്രൊഫസർ കെ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വളാഞ്ചേരിയിൽ പുതിയ ബസ് സ്റ്റാൻഡ് ഒരുങ്ങുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നതിനും യാത്രക്കാർക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിനും എല്ലാ സൗകര്യങ്ങളോടും കൂടിയും യാത്രക്കാർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സ്ഥലത്തുമാണ് പുതിയ ബസ് സ്റ്റാൻഡ് വരുന്നത്. കോഴിക്കോട് റോഡിൽ ആരംഭിക്കുന്ന ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ചുള്ള ബസ് ടെർമിനൽ കോംപ്ലക്സിന്റെ പ്രവർത്തികൾക്കാണ് തുടക്കമായത്. ബസ് ടെർമിനൽ കോംപ്ലക്സിന്റെ പ്രവൃത്തി ഉദ്ഘാടനം MLA കെ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു. ഈ നഗരസഭയിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് ഒരു സ്വകാര്യ വ്യക്തി ഈ നാടിന്റെ വികസനത്തിനോടൊപ്പം നിൽക്കാൻ ഞാനുമുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറായ ഒരു ഭരണസമിതിയുടെ ആർജവതയാണ് ഞാനിവിടെ അഭിനന്ദിക്കുന്നത്, അനുമോദിക്കുന്നത്. ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മുൻ ഭരണസമിതി ബസ് സ്റ്റാൻഡിനായി അംഗീകരിച്ച കരാർ വെച്ച പദ്ധതി അനന്തമായി നീളുന്നതിനാലും നിലവിൽ കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ പദ്ധതി നടപ്പിലാക്കാൻ കാലതാമസം നേരിടുന്ന സാഹചര്യത്തിലുമാണ് പുതിയ ബസ് സ്റ്റാൻഡ് പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമലത്തിങ്കൽ, വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, നടക്കാവിൽ ഹോസ്പിറ്റൽ CMO ഡോക്ടർ N മുഹമ്മദ് അലി എന്നിവരുടെ അധ്യക്ഷതയിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ഈ ഒരു കോംപ്ലക്സ് ഇവിടെ ബസ് സ്റ്റാൻഡ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു കോംപ്ലക്സ് ഇവിടെ യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിൽ നഗരസഭയ്ക്ക് വരുമാനമായിട്ട് വരാൻ പോവുകയാണ്. മാത്രമല്ല, ലൈസൻസ് ഒരു ബസ് സ്റ്റാൻഡ് കോടതി വിധി പ്രകാരം ഇവിടെ വരികയാണെങ്കിൽ അതിൻ്റെ ലൈസൻസ് ഫീസും നഗരസഭയ്ക്ക് ലഭിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ പ്രൊഫഷണൽ ടാക്സ് ഉൾപ്പെടെയുള്ള മറ്റ് അനേകം ടാക്സുകൾ ഒരു വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സമുച്ചയം ഇവിടെ ഉണ്ടാവുമ്പോൾ നമുക്കുണ്ടാവും. തീർച്ചയായിട്ടും അത്തരം രീതിയിൽ ഇവിടുത്തെ നാട്ടുകാരുടെയും ഇവിടെ ചില വ്യക്തികൾ, അത് പാർട്ടി ആളുകൾ ഉണ്ടെങ്കിൽ പോലും ആ പാർട്ടിയിലെ ബഹുഭൂരിഭാഗം ആളുകളും വിളിച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകണം, അതിന് എല്ലാവിധ പിന്തുണകളും ഉണ്ട് എന്നുള്ള രീതിയിൽ സമരം ചെയ്ത പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകൾ കൂടി പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ പ്രതീക്ഷ അർപ്പിക്കാം. വളാഞ്ചേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി. കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാം 18 റോസ് ഗോൾഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച്. ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു മാരുതി സ്വിഫ്റ്റ് ഡിസയർ കാറും 5 ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം. ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട്. ഈ ഓഫർ ഡിസംബർ 15 മുതൽ ഫെബ്രുവരി 15 വരെ മാത്രം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.